ശ്രീ അൻവർ സാദത്ത്. സർ, നമ്മുടെ കടലിൽ നിന്ന് മത്സ്യം കൊണ്ടുവന്ന് മാർക്കറ്റിലെത്തിക്കുന്നു. ആ മാർക്കറ്റിലെത്തിക്കുന്ന മത്സ്യങ്ങളെല്ലാം നമുക്കറിയാം സൈക്കിളിൽ, അതുപോലെ ബൈക്കിൽ, അതുപോലെ വഴിയോരത്തിരുന്ന് വിൽക്കുന്ന ഒത്തിരി തൊഴിലാളികൾ ഈ മേഖലയുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ നമ്മളുടെയൊക്കെ വീടുകളിലേക്ക് മത്സ്യം എത്തിക്കുന്നത്. ഇവർ പലവരും അപകടങ്ങൾ ഉണ്ടാകുന്നു, അപകട മരണങ്ങൾ ഉണ്ടാകുന്നു, പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. സാർ ഈ ഇൻഷുറൻസ് പദ്ധതി ഈ തൊഴിലാളികൾ, കാരണം അവരാണ് ഇത് യഥാർത്ഥമായി ഇതിൻ്റെ ബിസിനസ്സിൻ്റെ എൻഡിലേക്ക് എത്തിക്കുന്നത്, ഇത് നമ്മുടെ വീടുകളിലേക്കും ഈ ബിസിനസ് ഏറ്റവും കൂടുതൽ നല്ലതിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അവരെയും കൂടി ഈ ഇൻഷുറൻസ് സ്കീമിൽ പെടുത്താൻ സാധിക്കുമോ എന്നാണ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി വഴി നടപ്പാക്കുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയിൽ അനുബന്ധ തൊഴിലാളികളിലും അംഗമാകാം. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമാകുന്ന എല്ലാ തൊഴിലാളിക്കും അംഗമാകാം. അങ്ങ് ചോദ്യം പ്രസക്തമാണ്. ഇതിൽ കുറേയേറെ തൊഴിലാളികൾ, ഈ അനുബന്ധ തൊഴിലാളികൾ, ഇപ്പോൾ ഈ പോകുന്ന അനുബന്ധ തൊഴിലാളികൾ പലരും അത് അംഗമാകാതെ വരുമ്പോൾ ഇത്ര അപകടപ്പെട്ടാൽ കാശ് കൊടുക്കാറില്ല. അതുകൊണ്ട് ഒറ്റ കാര്യം, നമ്മൾ കൂട്ടായ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, ആളുകളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവരെ കൂടി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമാക്കി ഈ പ്രക്രിയ തുടരാൻ കഴിയും. അതിനുവേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്.